ഒരുപാട് ഫാൻസ് ഉള്ള ഒരു മീൻ പൊരിച്ചത്. ഈ മീൻ പൊരിച്ചത് കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ട്. നല്ല ഫ്രഷ് മീന്, അതിൻ്റെ കൂടെയുള്ള ഈ ഒരു കോട്ടിങ്ങും മസാലയുമാണ് കേട്ടോ ഈ ഒരു മീനിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചോറ് വിളമ്പിയിട്ടുണ്ട്, പപ്പടമുണ്ട്, അച്ചാറ്, അവിയൽ, ഒരു പച്ചക്കറി ഉണ്ട്, പിന്നെ കേബേജിൻ്റെ ഉപ്പേരി, മോര്, അതുപോലെ പായസം. ഇത്രയും ഐറ്റംസിൻ്റെ കൂടെ തേങ്ങ അരച്ച മീൻകറിയും സാമ്പാറും ഉണ്ട്. ഇതൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. ഈ കാണുന്ന മീൻ പൊരിച്ചതാണ്. ഇതിൻ്റെ മുകളിലുള്ള മസാല കാണുമ്പം തന്നെ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഫ്രഷ് മീൻ പൊരിച്ചത്. അപ്പം ഇതും കൂട്ടിയിട്ട് മീൽസ് കഴിക്കാം. ഉച്ചയ്ക്ക് നല്ല മീൻകറിയും സാമ്പാറും ഒക്കെ കൂട്ടി ഒരു കിഡ്ലനൂണ്. ഞാൻ ഇന്നുള്ളത് മാവൂരാണ്. മാവൂര് നയാ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൽസ് കിട്ടും. അപ്പം നമുക്ക് ഉള്ളിൽ പോയിട്ട് മീൽസ് മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാ സ്പെഷ്യൽ ഐറ്റംസ് ഉള്ളതൊന്ന് കണ്ടു നോക്കാം. മീൻ പൊരിച്ചതിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഞാൻ നരിക്കുനിയിൽ നിന്ന് മാവൂര് വരെ പോയിട്ട് നയാ ഹോട്ടലിൽ പോയിട്ട് ഈ ഒരു മീൽസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സൈഡ് ഡിഷസ്, കൂട്ടത്തിൽ പായസവും അതുപോലെ മോരും ഒക്കെ കിട്ടും. ഈ ഒരു ഉച്ചയൂണും അതിൻ്റെ കൂട്ടത്തിലുള്ള മീൻ പൊരിച്ചതും അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. സാമ്പാറൊക്കെ നല്ല കുറുകിയ സാമ്പാർ, തേങ്ങ അരച്ച മീൻകറിയും കിട്ടും കേട്ടോ. ജോനൂട്ടിന് പിന്നെ എവിടെ പോയാലും ബിരിയാണി വിട്ടൊരു കളിയില്ല. ലഗോൺ ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ലഗോൺ ദം ബിരിയാണി ഫാൻസ് ഉണ്ടെങ്കിലും ഈ ഒരു സ്പോട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. നല്ല കിഡ്ലൻ ബിരിയാണി കേട്ടോ. റൈസൊക്കെ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന സൂപ്പർ ബിരിയാണി. അപ്പം മോന് ബിരിയാണിയാണ് കഴിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഫിഷ് ഫ്രൈ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞത് കഴിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഫിഷ് ഫ്രൈക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഇതിൻ്റെ മസാലയാണ് ഇവിടുത്തെ മീൻ താരം. അപ്പം നല്ല ചൂട് മീൻ പൊരിച്ചത് ചോറിൽ വെച്ച് കുറച്ച് ഉപ്പേരിയും അച്ചാറും പച്ചക്കറിയും ഒക്കെ കൂട്ടി നല്ല ഉച്ചയൂണ്. അതിൽ മീനൊക്കെ ഭയങ്കര ഫ്രഷാണ്, നല്ല സ്മെല്ലാണ്. എനിക്ക് അയച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതിൽ ഈ മീനിൻ്റെ മുകളിലുള്ള ഈ ഒരു മസാല ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ്, എടുത്ത് പറയണം. സൂപ്പർ. ആദ്യമായിട്ട് ഇതാ മാവൂര് മധുഹൂത്തും എത്തിയിട്ടുണ്ട്. ചിക്കൻ മധുഹൂത്താണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞ മീൽസ് കഴിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ പുറത്ത് ബോർഡ് കണ്ടപ്പോഴാണ് മധുഹൂത്ത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ മാവൂർ സൈഡിൽ ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റിൽ മധുഹൂത്ത് കൊടുക്കുന്നത്. ഇതുണ്ടോ, ചിക്കൻ മധുഹൂത്താണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തട്ടി ഇങ്ങോട്ട് കൊണ്ട് വെച്ചിട്ടുള്ളൂ. ഇനി കഴിച്ചിട്ട് ബാക്കി അഭിപ്രായം പറയാം. അയാൻ എവിടെ പോയാലും ആദ്യം ചോദിക്കാം മധുഹൂത്ത് ഉണ്ടോന്നാ. ഓന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്. നിങ്ങൾ മിസ് ചെയ്യണ്ട എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റവും കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം മീൽസാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് എങ്കിലും ബിരിയാണിയും ഈ കാണുന്ന മധുഹൂത്തും ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടേ പോരാവുള്ളൂ. ഫാമിലി ആയിട്ട് ഒരുപാട് പേര് ഇവിടെ ഡെയിലി ഫുഡ് കഴിക്കാനായിട്ട് എത്താറുണ്ട്. ഉച്ചയ്ക്ക് വന്നാൽ നല്ല പൊരിച്ച മീനൊക്കെ കൂട്ടി മീൽസ് ആസ്വദിക്കാം. അതിൻ്റെ കൂടെ മധുഹൂത്തും ബിരിയാണിയും ഒക്കെ ട്രൈ ചെയ്യുക. വൈകുന്നേരം വന്നാൽ നല്ല ഷവർമയും കിട്ടും. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യാൻ നിങ്ങൾ വരേണ്ടത് കോഴിക്കോട് മാവൂര് നയാ ഹോട്ടലിലാണ്. വീഡിയോ എല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ മറക്കരുതേ.